ഗ്രീനിഫൈ ഗാർഡനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പല രീതിയിലും തണ്ടുകൾ നടുന്ന രീതി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റെമ്മുകൾ എങ്ങനെയൊക്കെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രൊപ്പഗേറ്റ് ചെയ്ത തണ്ടുകൾ അഥവാ ഉണങ്ങിപ്പോവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കിളിപ്പിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടേ ഇല്ല. അപ്പോൾ ആ ഒരു വീഡിയോ ഉണ്ടാകാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നട്ട ഒരു സ്റ്റെമ്മ് ഉണങ്ങിപ്പോയാൽ ആ ഉണങ്ങിയ സ്റ്റെമ്മിനെ നമ്മൾ എങ്ങനെയാണ് കിളിപ്പിക്കുന്നത്, അതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായി കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ ഇതെന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ വീഡിയോ ആദ്യം കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻറ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് കാണാം. അതുപോലെ ഇതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ കാണിക്കുന്നതാണ്. നമ്മൾ ഈ പ്ലാന്റുകൾ കിളിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടി കഴിഞ്ഞാൽ നമ്മളിതിന് അരമണിക്കൂർ മുമ്പ് ഈ പ്ലാന്റിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഈ ഉണങ്ങിയ ഇലകൾ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുന്നത് ആദ്യം. എന്നിട്ട് അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ 1-2 ഈർക്കിൽ നമ്മൾ തരപ്പെടുത്തി വെക്കുക. ഇതുപോലെ കീറി വെക്കാൻ കറക്റ്റ് ചെയ്യണം. നമുക്ക് ഈർക്കിൽ എന്ന് പറഞ്ഞാൽ ഇതിനെ കുത്തി കൊടുത്ത് ഇതിനെ ബലപ്പെടുത്താൻ വേണ്ടിയാണ് ഈർക്കിൽ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ആദ്യത്തെ ഈ ഇലകളെല്ലാം അടിഭാഗത്തെ ഈ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയണം. കരിഞ്ഞ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതുപോലെ എല്ലാ ഇലകളും കട്ട് ചെയ്ത് കളയണം. എന്തിനാണ് കട്ട് ചെയ്ത് കളയുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ പ്ലാന്റിന് ഈ തറയിൽ നിന്ന് ഈ പിടിക്കുന്ന ഇത്രയും വെള്ളം നമുക്ക് എല്ലാ ലീഫിനും കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്ലാന്റ് ഇങ്ങനെ കരിഞ്ഞ പോലെ നിൽക്കുന്നത്. താഴത്തെ ഇലകളെല്ലാം കട്ട് ചെയ്ത് വിടുമ്പോൾ മേളത്തെ ആ ഉള്ള ഇലകൾ നല്ല പച്ചപ്പോടെ കിളിച്ച് വരികയും ചെയ്യും. നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തണ്ടുകൾക്ക് നല്ല പച്ച കളർ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ കൂടുകയും ചെയ്യരുത്. കാരണം കിളിച്ച് കിട്ടത്തില്ല. പച്ച കളർ ഉണ്ടെങ്കിൽ തണ്ട് നമുക്ക് കിളിച്ച് കിട്ടും. കൂടുതലായിട്ട് സെൻസിറ്റീവ് പ്ലാന്റുകളാണ് ഇതുപോലെ നമുക്ക് ഇതുപോലെ വാടി ഒടിഞ്ഞു പോവുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഇലകൾ താഴത്തെല്ലാം കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളൊരു ഈർക്കൽ കൊണ്ട് ഇത് ബലപ്പെടുത്തണം ഈ പ്ലാന്റിനെ കുത്തി. അതിന് പറഞ്ഞാൽ ഈ മണ്ട ഭാഗം നേരെ വരാൻ വേണ്ടി വേണം. മണ്ടയാണ് കുനിഞ്ഞിങ്ങനെ വാടി കിടക്കുന്നത്. ഈ മണ്ട ഭാഗം വാടി കിടക്കുന്നതിനെ നിവർത്തി നിർത്തണം. കാരണം അതിന് ആരോഗ്യമില്ല. ആരോഗ്യം വരണമെങ്കിൽ നമ്മൾ നിവർത്തി വെച്ചെങ്കിൽ മാത്രമേ ആരോഗ്യം വരത്തുള്ളൂ. തന്നെത്താൻ നിവരാനുള്ള ഒരു ആരോഗ്യം ആ ചെടിക്കില്ല. അപ്പോൾ ഇനിയും മുതൽ നമ്മളൊരു 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഈ പ്ലാന്റ് നല്ല ഫസ്റ്റ് ഉഷാറായി നല്ലപോലെ കിളിച്ച് കിട്ടും. അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതുപോലെ ഒരിക്കൽ കുത്തിയാണ് നമ്മൾ ഇതിനെ ബലപ്പെടുത്തി നിർത്തി നമ്മൾ ഈ പ്ലാന്റിനെ കളയരുത്. ഒരിക്കലും ഉണങ്ങിപ്പോയെന്ന് വെച്ചാൽ കളയാൻ പാടില്ല. ഇതുപോലെ പച്ച കളറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വെള്ളം കൊടുത്ത് കറക്റ്റ് ചെയ്യാമെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പം അതുപോലെ ഞാൻ ചെയ്ത ഒരു പ്ലാന്റുകളാണ് ഈ കാണുന്ന രണ്ടും. ഈ പ്ലാന്റുകളാണ് അതുപോലെ ചെയ്തിട്ട് 4 ദിവസമേ ആയുള്ളൂ. 4 ദിവസമായപ്പോൾ ഒത്തിരി വ്യത്യാസം വന്നു. പ്ലാന്റ് ഒത്തിരി ഉണങ്ങി കരിഞ്ഞ് കിടന്ന പ്ലാന്റാണ്. ഇത്രയും നിവർന്ന് നിന്നു. ഇത്രയും പച്ച കളറൊക്കെ ആയി. നല്ലപോലെ ഇലകൾക്കും പച്ച കളർ വന്നു. ലീഫുകളൊക്കെ കട്ട് ചെയ്ത് നട്ട ആ പ്ലാന്റാണ്. കണ്ടിട്ടുമ്പോൾ തോന്നുന്നില്ല പ്ലാന്റ് അതാണെന്ന് തോന്നുന്നില്ല. അതുപോലെ ഫസ്റ്റ് നല്ല ഉഷാറായിട്ടാണ് പ്ലാന്റ് കിളിച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണങ്ങുന്ന പ്ലാന്റുകൾ എടുത്ത് കളയാൻ പാടില്ല. ഒരിക്കലും നമ്മൾ ഈ തണ്ടുകൾക്ക് പച്ച കളർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാന്റ് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ കൂടുതലായിട്ടും സെൻസിറ്റീവ് പ്ലാന്റുകൾക്കാണ് ഇതുപോലത്തെ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. കൂടുതൽ വളഞ്ഞൊടിഞ്ഞ് കിടക്കുകയൊക്കെ ചെയ്യും, ശക്തി കിട്ടാതെ വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ നട്ട് നമ്മൾ നിരാശപ്പെടരുത്. നമ്മൾ കിളിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈർക്കിലൊക്കെ കുത്തി നമ്മൾ കറക്റ്റ് നോക്കാമെങ്കിൽ നമുക്ക് 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ നട്ട പ്ലാന്റിനെ രണ്ടാമത് നമുക്ക് ഇല കട്ട് ചെയ്തൊക്കെ എടുക്കാമെങ്കിൽ നമുക്ക് കിളിച്ച് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻറ്റ് ഇടാനും മറക്കരുത്.